അല്ല, ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായും നമ്മൾ രാജ്യത്ത് ഇന്നത്തെ NDA ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുന്ന ശക്തമായ ജനരോഷത്തിൻ്റെ വിലയിരുത്തലുണ്ടായിരുന്നു. ഗവൺമെൻറ് വളരെയേറെ അൺപോപ്പുലറാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, ഇന്ത്യയിലൊട്ടാകെയുള്ള ചെറുപ്പക്കാർ ഈ സർക്കാരിനെതിരായ അതിശക്തമായ വികാര പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിൽ വരുന്നു. അപ്പം അത് പാറ്റ്നയിൽ സമരമാണെങ്കിലും, ഡൽഹിയിൽ നടക്കുന്ന ജന്തർ മന്ത്രർ സമരമാണെങ്കിലും, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ സമരമാണെങ്കിലും, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നീതിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭമാണ്. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ആർക്കും തൊഴിൽ കിട്ടുന്നില്ല, പരീക്ഷയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ഗവൺമെൻറ് മുഴുവൻ പ്രൈവറ്റൈസേഷനും അതോടൊപ്പം തന്നെ സഫർണൈസേഷൻ, ഈ നിലയിൽ നമ്മുടെ സമൂഹത്തെ, രാജ്യത്തെ തകർക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരത്തെയാണ് ഏറ്റവും ശക്തമായി ഇന്നലത്തെ യോഗത്തിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയൊട്ടാകെ 800ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യിച്ചു, യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം തന്നെയാണ് എന്ന് എല്ലാവരും അവിടെ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. സർ, ഈ മൺസൂൺ സെഷൻ പാർലമെന്റിലെ അതിൽ മെയിൻ ആയിട്ട് വന്ന കുറച്ച് ബിൽസ് ഒക്കെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഈ വന്ദേ മാതരം ബിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് വന്നു. ഇപ്പം അതിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിലും UDF ഗവൺമെന്റ് അത് സ്കിപ്പ് ചെയ്തുകൊണ്ടും ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കോൺഗ്രസിന്റെ ഒരു സ്റ്റാൻഡ് എന്താണ് ഇപ്പോഴും? കോൺഗ്രസിന്റെ നയം എപ്പോഴും വ്യക്തമാണ്. 1930കളിൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്നത് ആദ്യത്തെ 4 സ്റ്റാൻഡ്സ പാടും അവസാനിപ്പിക്കാനുള്ളതാണ്. 4 അല്ലേ? 2. ആദ്യത്തെ 2 സ്റ്റാൻഡ്സ പാടി അവസാനിപ്പിക്കാനുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ സമീപനം. അത് മുഴുവൻ പാടിയിട്ടില്ല. ഇന്നലെ തന്നെ ഇപ്പം ജനഗണമന തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു, അത് ചുരുക്കിയാണ് ഇന്നത്തെ ഫോമിലാക്കിയത്. അതുപോലെ അന്ന് തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം ജനഗണമന പോലെ തന്നെ വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗാനം ചുരുക്കി ആലപിക്കാനുള്ളതാണ്. അതേ സ്റ്റാൻഡാണ് ഇപ്പോഴും. ഇന്നലെ MP ഖാർഗെയും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്, 1937 റെസൊല്യൂഷൻ മാത്രമേ ഫോളോ ചെയ്യുന്നു. അപ്പോൾ BJP പ്രസിഡന്റ് നിതിൻ നബീൻ ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒപ്പോസിഷൻ പുതിയ മുസ്ലിം ലീഗായി മാറുന്നു എന്നാണ് ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അത് വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ്. അത് നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക. വരുന്ന തെരഞ്ഞെടുപ്പുകളെ കണ്ടുകൊണ്ട് രാജ്യത്ത് വർഗീയ പ്രചരണം ശക്തമാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി അതിനെ കണ്ടാൽ മതി. 1939 മുതൽ കോൺഗ്രസ് എടുത്ത സമീപനം ഇതാണ്. അപ്പോൾ അതൊന്നും മുസ്ലിം ആയിരുന്നില്ലല്ലോ. ഇതൊക്കെ വെറുതെ കള്ളപ്രചരണങ്ങളാണ് BJP നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്.